അങ്ങനെ പൂവൊക്കെ മേടിച്ചു നമ്മൾ അമ്പലത്തിലോട്ട് കയറുകയാണ്. അത് നിങ്ങൾ ഇവിടെ കന്യാകുമാരി വരുന്നവരാരും ഈ ക്ഷേത്രം കാണാതെ പോകരുത് കേട്ടോ. അത്രയും നല്ലൊരു ക്ഷേത്രമാണത്. നല്ലൊരു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കത്തില്ല. ഇവിടെ നിന്ന് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും ടെമ്പിളും എല്ലാം നമുക്ക് കന്യാകുമാരി സ്പോട്ടെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ മൊബൈൽ ഫോൺ അലൗഡല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി കന്യാകുമാരിയിലോട്ട് പോവുകയാണ്. ഇത് കന്യാകുമാരി നമ്മൾ തിരിഞ്ഞ് വന്ന എൻട്രൻസിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കന്യാകുമാരി എൻട്രൻസ്. ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. ഒരു 70 രൂപ ഒരു വണ്ടിക്ക് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്, വിവേകാനന്ദ ആശ്രമം ഉള്ളത്. അപ്പൊ ആശ്രമത്തിൽ നിന്ന് നമ്മളിവിടെ എൻട്രൻസിൽ കാശ് കൊടുത്ത് നമ്മൾ ഇറങ്ങിയായിരുന്നു. ഇവിടുന്ന് കന്യാകുമാരി എൻട്രൻസ് ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ എന്തേ ഉള്ളൂ. ഇവിടെ ഇത് വിവേകാനന്ദ ആശ്രമമാണ്. അതിൻ്റെ അകത്ത് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഞാൻ അത് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ആ മ്യൂസിയത്തിന്റെ. അപ്പൊ ആ മ്യൂസിയം ഇപ്പൊ കയറുന്നില്ല, കാരണം 12:30 അത് ക്ലോസ് ചെയ്യും. അടുത്ത് 4:30 ശേഷം മാത്രമാണ് അത് ഓപ്പൺ ആവുന്നത്. അപ്പൊ അങ്ങോട്ട് കയറുന്നില്ല, നേരെ കന്യാകുമാരിയാണ്. ഇത് ഇന്ത്യയിലെ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ്. നമ്മുടെ കന്യാകുമാരി എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടില് ആർച്ചിന്റെ വർക്ക് കിടക്കുന്നുണ്ട്. പാർക്കിംഗ് അവിടെ ഇല്ല, ഉണ്ടാവും. അതിന് കുറച്ച് ചുറ്റി പോകണം. ഞങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നടന്ന് പോകാൻ കുറച്ച് എളുപ്പമാണ്. നമ്മൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ, ഏറ്റവും ചെറിയ രീതിയിലുള്ള ക്രൗഡേ ഉള്ളൂ, ക്യൂയേ ഉള്ളൂ. ക്യൂ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ എല്ലാം നടന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ്. ഇവിടെ വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ ഒരു ക്യൂ ആണ്. ഇവിടെ 2 ക്യൂ ഉണ്ട്. തിരക്ക് കൂടുതലാണെങ്കിൽ VIP എൻട്രൻസ് ഉണ്ട്. അത് 300 രൂപയാണ് റേറ്റ്. സാധാരണ 100 രൂപയാണ് കേട്ടോ. ഇപ്പം തിരക്കില്ല, VIP ആവശ്യമില്ല. ഇപ്പം നോർമൽ ക്രൗഡേ ഉള്ളൂ. തിരക്കൊന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് 100 രൂപ വരെ എൻട്രൻസ് ഫസ്റ്റ് 70 ആയിരുന്നു. ഇപ്പോൾ അത് 100 രൂപയായി. തിരക്കില്ല. അവധി ദിവസങ്ങൾ അത്യാവശ്യം തിരക്കുണ്ടാവും. ഇവിടെ തിരക്ക് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലെടുത്ത് എത്തി. ഇവിടെ ടിക്കറ്റ് കാശ് മാത്രമേ എടുക്കത്തുള്ളൂ, ഗൂഗിൾ പേ ഒന്നും എടുക്കത്തില്ല. എല്ലാവരും അത് ഓർത്ത് വയ്ക്കുക.